വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. വി എസ് സിയിലുള്ള ആദ്യത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് കേട്ടോ ഇത്. ആദ്യത്തെ പാട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുള്ളവർ ഒന്ന് അതിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേർഡ് പാരഗ്രാഫാണ് വായിക്കുന്നത്. This module explores three compelling examples where literature expresses, critiques, and reimagines democratic ideals. It examines how literature serves as a powerful medium for expressing, questioning, and upholding democratic values. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡെമോക്രാറ്റിക് ഐഡിയൽസ്, അതായത് ജനാധിപത്യ ആദർശങ്ങളെ എക്സ്പ്രസ്, ക്രിട്ടിക് ആൻഡ് റീഇമാജിൻസ്, അതായത് പ്രകടിപ്പിക്കുക, അതേപോലെ തന്നെ ക്രിട്ടിക് എന്ന് വെച്ചാൽ വിമർശിക്കുക, അതിനൊക്കെയുള്ള 3 ഉദാഹരണങ്ങളെ നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനുമൊക്കെ ഉള്ള പവർഫുള്ളായ ഒരു മീഡിയമായിട്ട് ലിറ്ററേച്ചർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ മൊഡ്യൂളിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ത്രൂ ഡൈവേഴ്സ് ജോണറസ് ആൻഡ് വോയിസസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ വേസ് ഇൻ വിച്ച് ഫ്രീഡം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഡിഗ്നിറ്റി and the right to dissent are reflected, celebrated, and sometimes challenged in literary and cultural narratives. Excerpt from Jawaharlal Nehru's speech, Tries with Destiny, serves as a foundational text capturing the aspirations and dreams of newly independent India. ഇതിൽ പറയുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രൈസ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന സ്പീച്ച്, അതായത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഡെമോക്രസി, അതായത് ജനാധിപത്യവും അതേപോലെ തന്നെ പ്രതീക്ഷകളും അവതരിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റായിട്ട്, അതായത് അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ പാരഗ്രാഫിൽ പറയുന്നത് മൊത്തം അടുത്ത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനത് ടെക്സ്റ്റായിട്ട് വെറുതെ വായിച്ചു പോകുന്നുള്ളൂ കേട്ടോ. It exemplifies political democracy, with Nehru emphasizing not only the celebration of freedom but also the responsibilities of building a just democratic nation. Alina Agashamittai's Facebook poem, My English, offers a powerful critique of linguistic discrimination, foregrounding urgent questions of identity, dignity, and self-worth in a globalized world. അതുപോലെ തന്നെ അലീന ആകാശമിട്ടായി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോമാണ് മൈ ഇംഗ്ലീഷ്. അത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ ആ കുട്ടി ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിമിനേഷൻ, അതായത് ഭാഷാപരമായ വിവേചനം, അതിനെ വിമർശിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി, ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് വർത്തിനൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ത്രൂ ദിസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ എസെൻഷ്യൽ ഡെമോക്രാറ്റിക് റൈറ്റ് ടു ഡിസെൻറ്റ്. ഇതിലൂടെ അവരെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദ റൈറ്റ് ടു ഡിസെൻറ്റ്, അതായത് വിയോജിക്കാനുള്ള അവകാശം, അതായത് നമുക്ക് എന്തെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എതിർക്കാനുള്ള അവകാശത്തെയും അവർ ഹൈലൈറ്റ് ചെയ്യുന്നതിൽ കേട്ടോ. എം കുഞ്ഞമാൻസ് ഡോണ്ട് കോൾ മീ പാണൻ, ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ഹിസ് ഓട്ടോബയോഗ്രഫി എതിര്, presents a deeply personal and poignant resistance to caste-based marginalization, celebrating the resilience, dignity, and agency of individual identity. Together, these texts showcase different dimensions of democracy, political freedom, the right to dissent, and the assertion of human dignity against systemic oppression. ഇതിലും അതേ സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. ഡോണ്ട് കോൾ മീ പാണൻ, എം കുഞ്ഞുമാൻ്റെ ഡോണ്ട് കോൾ മീ പാണൻ എന്ന ചാപ്റ്ററിൽ കാസ്റ്റ് ബേസ്ഡ് മാർജിനലൈസേഷനെ പറ്റിയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ഡോണ്ട് കോൾ മീ പാണൻ, ആ ടൈറ്റിൽ തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്. അവിടെ ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇല്ല. ഈ കാസ്റ്റ് ബേസ്ഡ് ഓപ്പറേഷൻ മാറ്റി നിർത്തിയിട്ട് സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോണ്ട് കോൾ മീ പാണൻ, എം കുഞ്ഞമാൻ്റെ ഡോണ്ട് കോൾ മീ പാണൻ എന്ന ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ഫ്രീഡം, അതേപോലെ തന്നെ റൈറ്റ് ടു ഡിസെൻറ്റ്, അതായത് വിയോജിക്കാനുള്ള അവകാശം, ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി, സിസ്റ്റമിക് ഓപ്പറേഷന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫ് വെറുതെ വായിച്ചു പോകുന്നുള്ളൂ. Through selected texts, learners will critically engage with the evolving meanings of democratic values across historical, cultural, and digital contexts. The module enables students to comprehend the nation's plurality and diversity and to explore the application of constitutional principles in real-life situations. By interpreting cultural
productions, students will appreciate the core values enshrined in the Constitution and cultivate an awareness of their relevance in the digital age. Further, by examining the role of dissent and critical inquiry, learners will distinguish and uphold the true spirit of democracy. Literature thus becomes a powerful medium through which students are inspired to practice active, informed and empathetic citizenship. ഈ പാരഗ്രാഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ചാപ്റ്റേഴ്സ് നമുക്ക് വായിക്കണമെന്ന് പഠിക്കണോണ്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ VSCയിലുള്ള യൂണിറ്റ് 1 ഡെമോക്രാറ്റിക് വാല്യൂസ് ത്രൂ ലിറ്ററേച്ചർ എന്ന ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. ക്ലാസ് കേട്ടുകൊണ്ട് മാത്രമായില്ല. ക്ലാസ് കേട്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒരു വട്ടം നന്നായിട്ട് വായിക്കുക. നോട്ട്സൊക്കെ ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്ലാസ്സാണിത്, അതുകൊണ്ട് തന്നെ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.